ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെ, സഭാ കലണ്ടർ അനുസരിച്ച് ഒരു വലിയ നോയമ്പ് കാലയളവിൽ ആണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് അഡ്വൻ്റ് സീസൺ, ആഗമനകാലം എന്ന പേരിൽ 25 നോയമ്പ് നാം കൊണ്ടാടുകയും ആരാധിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് യേശു കർത്താവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ദിനങ്ങൾ എല്ലാം ചേർത്ത് 50 ദിവസത്തെ സുദീർഘമായ വലിയ നോയമ്പ് നാം ആചരിക്കുന്നത്. ഈ നോമ്പ് കാലം നാം എല്ലാവരെയും സംബന്ധിച്ച് വേർതിരിക്കപ്പെട്ട നാളുകളാണ്. നോമ്പിലൂടെ ഒരു പുതുക്കവും ഒരു മാനസാന്തരവും ഒരു രൂപാന്തരവും ഒരു ഉണർവുമൊക്കെ നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പൂർവികന്മാർ നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. നോമ്പുകാലം ഒരു താതാത്മ്യപ്പെടലിൻ്റെ കാലമാണ്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഐഡൻറ്റിഫൈയിങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് താതാത്മ്യപ്പെടുകയാണ്. ഈ താതാത്മ്യപ്പെടലിലൂടെ, അത് വർജനത്തിലൂടെയാകാം, ത്യാഗത്തിലൂടെയാകാം, ആരാധനകളിലൂടെയാകാം, കുമ്പടിയിലൂടെയാകാം. ഈ നോയമ്പ് ആചരണത്തിലൂടെ താതാത്മ്യപ്പെടൽ സംഭവിക്കുമ്പോൾ ആ താതാത്മ്യപ്പെടലിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, നാമും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഇവയിലൊക്കെ വലിയ വളർച്ച ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മീ ആൻഡ് മൈ ഗോഡ്, മൈ പീപ്പിൾ അറൗണ്ട് അസ്, എല്ലാവരുമായ ഒരു ബന്ധം. ഇറ്റ്സ് എ പീരീഡ് ഓഫ് റെക്കൺസിലിയേഷൻ എന്ന് പറയാറുണ്ട്. ഒരു അനുരഞ്ജനത്തിൻ്റെ കാലമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നോമ്പാചരണത്തിലൂടെയൊക്കെ ദൈവത്തോടും മനുഷ്യനോടും അനുരഞ്ജനപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പ്രധാനമായി ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ചുള്ള ധ്യാനമാണ് ഡി സമാൻസി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡി സമാൻസിയുടെ ആഭിമുഖ്യത്തിൽ ഈ നാളുകളിൽ ദൈവവചനത്തിൻ്റെ നല്ല ചിന്താധാരകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ ഡി സമാൻസിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ച് നാം പറയുമ്പോൾ 2 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നല്ല വെള്ളിയാഴ്ച എന്ന് പറയാറുണ്ട്, മറ്റൊന്ന് ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളിയാഴ്ച എന്നാണ്. എന്നാൽ മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുപോലെ അർത്ഥവത്താണ് എന്നാണ് എൻ്റെ വിചാരം. എന്തുകൊണ്ട് നല്ല വെള്ളിയാഴ്ചയാണ് എന്ന് ചോദിച്ചാൽ, സൃഷ്ടാവായ ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് നൽകി. യേശു ക്രിസ്തു തന്നെ പരമയാഗമായി അർപ്പിക്കപ്പെട്ട് അതിലൂടെ മനുഷ്യജാതിക്കുള്ള രക്ഷ ഉറപ്പാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ വെള്ളിയാഴ്ചയാണ്. എല്ലാവർക്കും സന്തോഷിപ്പാൻ വകയുണ്ട്. വി ആർ റെഡീംഡ് ബൈ ദി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ത്രൂ ക്രൂസിഫിക്കേഷൻ വി ആർ സേവ്ഡ്. ക്രൂശിലൂടെ നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരാഘോഷമാണ്. ഇത് വലിയ വെള്ളിയാഴ്ചയാണ്. എന്നാൽ എന്തുകൊണ്ടിത് ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മനുഷ്യകുലത്തിൻ്റെ പാപം, അതിൻ്റെ കാഠിന്യം, ആ കാഠിന്യം കൊണ്ട് തന്നെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലൂടെ അല്ലാതെ മനുഷ്യകുലത്തെ വിടുവിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ സിൻ ഓഫ് ദി ഹ്യൂമാനിറ്റി, അത് ഓർക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ വലിയ പാപം മനുഷ്യകുലത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ പരിഹാരാർത്ഥം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും അർത്ഥവത്താണെന്നാണ് എൻ്റെ വിചാരം. ദുഃഖ വെള്ളിയാഴ്ചയെ നമ്മുടെ നല്ല വെള്ളിയാഴ്ചയായി കൊണ്ടാടുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പരിതപിക്കുന്നതോടൊപ്പം ഈ ക്രൂശിലൂടെയുള്ള വലിയ രക്ഷ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദുഃഖ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓർക്കുന്ന വലിയ സംഭവം ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. കർത്താവിൻ്റെ ക്രൂശീകരണമാണ്. ഈ ക്രൂശീകരണത്തിലൂടെയൊക്കെ ധാരാളം നല്ല നല്ല ചിന്തകൾ നമുക്ക് സ്വാംശീകരിക്കാവുന്നതാണ്. ഒന്ന് സ്റ്റൈലീസ് മാൻ എന്ന് പറയുന്നുണ്ട്. സ്റ്റൈലീസ് മാൻ, ഒരു മനുഷ്യൻ എന്തായിരിക്കുന്നു എന്നുള്ളത് അവനെ കണ്ട്, അവനെ കേട്ട്, അവനെ അറിഞ്ഞ്, അവനെ അനുഭവിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യേശു കർത്താവ് ഈ വലിയ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ
വാട്ട് വാസ് ഹി? യേശു ആരായിരുന്നു? അതെല്ലാം തൻ്റെ വാക്കുകളിലൂടെ വളരെ പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാവുന്ന അത്രേ. അത് മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ഒരുപോലെ ചെറുതും വലുതുമായ തോതിലുള്ള വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവാം. എന്നാൽ ആ വേദനയുടെ മധ്യത്തിൽ വാട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ് ആസ് എ ഡിവോട്ടഡ് ചൈൽഡ് ഓഫ് ഗോഡ്? ഇവിടെ യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ് ഗെത്സമനായിൽ വെച്ച് ക്രൂശിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ദാറ്റ് വാസ് ദ മെൻ്റൽ ആഗണി ത്രൂ വിച്ച് ക്രൈസ്റ്റ് വെൻ ത്രൂ. ഒരു മനുഷ്യൻ്റെ ആഗണിയാണ് അവിടെ കാണുന്നത്, മനുഷ്യൻ്റെ വേദനയാണ് കാണുന്നത്. ആ പിതാവിനോടുള്ള വലിയൊരു വിധേയത്വം, അതുകൊണ്ടാണ് പിതാവിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞ ആ യേശു കർത്താവ് ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് പരിപൂർണമായി ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതായി നമുക്ക് ഈ മൊഴികളിലൊക്കെ വായിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് സഫറിങ് ഈസ് എ ഹ്യൂമൻ റിയാലിറ്റി. എന്നാൽ ഈ സഫറിങ്ങിൽ നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് യേശു കർത്താവ് ക്രൂശിലൂടെ ഒക്കെ നന്നായി തൻ്റെ മൊഴികളിലൂടെ പ്രകടമാക്കുകയാണ്. ഈ മൊഴികളെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് വെല്ലുവിളികളാകാവുന്നതാണ്. ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ്, ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺ അനദർ, ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് തിരുത്തി എഴുതുവാൻ ഈ ക്രൂശിലെ മൊഴികൾ അല്ലെങ്കിൽ ഈ ക്രൂശീകരണത്തിന് ദിവസത്തിലെ ചിന്തകൾ നമുക്ക് സഹായകരമാകാം. ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയാകിയാൽ അവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിവേദനയിൽ പോലും അവരിനോടുള്ള തൻ്റെ ക്ഷമ, അവരിനോടുള്ള തൻ്റെ സഹിഷ്ണുത ഇവിടെ തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇന്ന് അപരോന്മുഖമായ ഒരു ജീവിതം പലപ്പോഴും നമുക്ക് അന്യം നിന്നിരിക്കുകയാണ്. നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയും നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്നൊരു കാലയളവിൽ അതിവേദനയുടെ മധ്യത്തിലും തന്നെ ക്രൂശിലേക്ക് നയിച്ച ആളുകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാൻ, അവരോട് ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം, ഒരു മനോഭാവം യേശുവിൽ കാണുന്നു. അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, ധാരാളം ഉദാഹരണങ്ങൾ ക്രൂശിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. കുടുംബ ബന്ധങ്ങളെ എന്തുമാത്രം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന്, അമ്മയോട് ഇതാ നിൻ്റെ മകനെന്നും യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ, ആധ്യാത്മികതയിലൊക്കെ ആയി കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, പക്ഷേ ഈവൻ മാതാപിതാക്കളോട് പോലും അകന്നു പോകുന്ന ദൈവീകത ഇന്ന് സമൂഹത്തിൽ കാണാം. ഈ കുരിശിൻ്റെ അതിവേദനയിൽ കടന്നുകൊണ്ട് യേശു കർത്താവ് കുടുംബ ബന്ധങ്ങളെയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവ് പിതാവിൻ്റെ കയ്യിൽ പരിപൂർണമായി ഭരമേൽപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവിനോടുള്ള തൻ്റെ മനോഭാവം, അൾട്ടിമേറ്റ് ലോയൽറ്റി ആൻഡ് അൾട്ടിമേറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ് ദ ഫാദർ ഈവൻ എമിഡ്സ്റ്റ് സഫറിങ്. അതിവേദനയിലൂടെ കടന്നു പോകുമ്പോഴും പിതാവിലുള്ള തൻ്റെ ആശ്രയം വളരെ ഭംഗിയായി ഇവിടെ വെളിവാക്കുന്നതായി കാണും. നമ്മുടെ വേദനകളുടെ മധ്യത്തിലാണ് നമ്മുടെ വിശ്വാസമൊക്കെ അളക്കപ്പെടുന്നത്, പരിശോധിക്കപ്പെടുന്നത്. വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നാം എങ്ങനെയാകുന്നു നമ്മുടെ മനോഭാവം? യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലൊക്കെ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിയിലുണ്ടായ ധാരാളം വികലതകൾ അനുഭവിക്കുന്ന ആളുകൾ പോലും എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വരണ്ട കൈയുള്ള മനുഷ്യൻ അവൻ അങ്ങനെ സൃഷ്ടിക്കപ്പെടുവാൻ അവൻ ഒരിക്കലും കാരണക്കാരനല്ല. എങ്കിലും അവൻ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരു കർത്താവ്. കൂനിയായ സ്ത്രീ, കൂന് അതൊരു സൃഷ്ടിയുടെ പ്രത്യേകതയാണ്, അവളതിന് ഉത്തരവാദിയല്ല. എന്നാൽ അവൾ ആ അവസ്ഥയോടുകൂടി കർത്താവിനെ പിൻപറ്റുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ അതിവേദനയുടെ മധ്യത്തിലും ഇത് ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന പുത്രനായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലൊരു വെല്ലുവിളിയാണ്. നമ്മൾ നേരിടുന്നതായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പലപ്പോഴുമൊക്കെ നമ്മൾ ദൈവത്തെ പഴിക്കുന്നു, ദൈവത്തെ നിന്ദിക്കുന്നു, സഭയിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. ദൈവത്തെ തിരിച്ചറിയുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഈ ക്രൂശ് നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ കേവലം ഒരു ആരാധനയിൽ നമ്മൾ സംതൃപ്തരായി പോകുന്നതിനിടയാകാതെ ഈ ക്രൂശിലൂടെ നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന രക്ഷ എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമായി തീരുവാൻ നമുക്ക് കഴിയണം. അതുമാത്രമല്ല, ക്രൂശിൽ യേശു കർത്താവ് പ്രദർശിപ്പിച്ചതായിട്ടുള്ള തൻ്റെ മാഹാത്മ്യങ്ങൾ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, തൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് വെല്ലുവിളികൾ നൽകുന്നതാണ്. മറ്റുള്ളവനെ കരുതുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ,
മാത്രമല്ല കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ, ദൈവത്തോടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഈ വർഷത്തെ ക്രൂശിൻ്റെ ധ്യാനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അവർ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, അവർ റിലേഷൻഷിപ്പ് വിത്ത് അവർ ഫാമിലി, ഇതെല്ലാം ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ക്രൂശ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ രക്ഷയിലൂടെ നാം അനുഭവിക്കുന്ന സന്തോഷം സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ പ്രകടമാക്കുവാൻ ഈ വർഷത്തെ കുരിശിൻ്റെ ധ്യാനം മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഉയർപ്പിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.